കുമാരപുരം രാജേഷ്, സുഭാഷ്, മണ്ഡലം പ്രസിഡന്റ് അതുൽ രാജീവ്, എപ്പം തുളസി, മുത്തല ജോർജ്, മുരിക്കോയി മണ്ഡലം പ്രസിഡന്റ് ശ്രീ നജീബ്, മറ്റ് പ്രിയമുള്ള തോമസ്, മറ്റ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഈ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ബഹുമാന്യനായ ശ്രീ PM സുധീരൻ അവരുടെ ആദരപൂർവ്വം പ്രവർത്തകരെ, നൽകിയ മഹാന്മാരിൽ പോരാട്ടമായ നിവർത്തന പ്രക്ഷോഭത്തിലൂടെയാണ്, അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് PM വർഗീസ് സാറ് സജീവമായി രംഗത്ത് വരുന്നത്. ആ സമരത്തിന്, ആ മുന്നേറ്റത്തിന് അതിൻ്റെ ഗുണപരമായ ഫലമുണ്ടാക്കാൻ സാധിക്കും. അദ്ദേഹം നല്ല വരുമാനമുള്ള, നല്ല പ്രാക്ടീസുള്ള അഭിഭാഷകനായിരുന്നു. സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, ദിവാൻ ഭരണത്തിനെതിരായിട്ടുള്ള സമരങ്ങൾക്ക് ജനങ്ങളെ സജ്ജമാക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായി ഏറ്റവും ത്യാഗമനുഭവിച്ച നേതാവാണ് PM വർഗീസ്. G. കേശവൻ കോഴഞ്ചേരിയിൽ നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് G. കേശവന് വേണ്ടി ഹാജരായി കേസ് നടത്തിയത് PM വർഗീസാണ്. പിന്നീട് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. ആലപ്പുഴ കിടങ്ങാപ്പറമ്പ് മൈതാനത്ത് ചേർന്ന വൻ സമ്മേളനത്തിൽ തിരുവിതാംകൂറിലെ 51 ലക്ഷം വരുന്ന ജനങ്ങൾക്ക് വേണ്ടി ഞാൻ C. കേശവനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിച്ച PM വർഗീസ് സാറിനെതിരെ സർ CP-യുടെ രോഷം ആളിക്കത്തിയിരുന്നു. അന്ന് തിരുവിതാംകൂർ നിയമസഭയുടെ ഡെപ്യൂട്ടി പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. രാജ്യഭരണ സംവിധാനത്തിന് പുറത്ത് സാധാരണക്കാരായ ഒരാൾക്ക് അന്ന് കിട്ടിയ ഏറ്റവും വലിയ പദവിയായിരുന്നു അത്. പക്ഷേ ഈ പ്രസംഗത്തെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് CP തിരുവിതാംകൂർ നിയമസഭയുടെ ശ്രീമൂലം അസംബ്ലിയുടെ ഡെപ്യൂട്ടി പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്തു. അക്കാലത്തെ വലിയ ചരിത്ര സംഭവമായിരുന്നു അത്. പക്ഷേ സർ CP-യുടെ ഭരണത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ PM വർഗീസ് സാർ തയ്യാറായിരുന്നു. അദ്ദേഹം തന്നെ പുറത്താക്കിയ അതേ നിയമസഭയിൽ തന്നെ ഉത്തരവാദ ഭരണം, മർദ്ദന ഭരണം അവസാനിപ്പിക്കണം, ജനദ്രോഹ ഭരണം അവസാനിപ്പിക്കണം, ഉത്തരവാദ ഭരണം നടപ്പാക്കണം, അനുവദിക്കണം എന്നാവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭയിൽ പാസാക്കി. വലിയ ചരിത്ര സംഭവമായിരുന്നു അത്. പിന്നീട് സ്റ്റേറ്റ് കോൺഗ്രസ് നിലവിൽ വന്നു. 1938 പട്ടത്താനമുള്ള സാറ്, C. കേശവൻ, PM വർഗീസ്, ഈ ത്രിമൂർത്തികളായിരുന്നു സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതൃരംഗത്തുണ്ടായിരുന്നത്. ശക്തമായ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോയി. അഖിലേന്ത്യാ തലത്തിൽ നാട്ടുരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട സംഘടന, ആ സംഘടന ജവഹർലാൽ നെഹ്റു പ്രസിഡൻ്റായിട്ടുള്ള നാട്ടുരാജ്യ പ്രതിനിധികളുടെ ആ സമ്മേളനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു PM വർഗീസ്. മറ്റൊരു വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുള്ളയായിരുന്നു. ഇങ്ങനെ ദേശീയ തലത്തിൽ സംസ്ഥാന വ്യാപകമായി ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഉത്തരവാദ ഭരണത്തിന് വേണ്ടി
ധീരമായി പോരാടിയ മഹാനാണ് PM വർഗീസ്. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ അന്ന് സ്റ്റേറ്റ് കോൺഗ്രസിന് വേണ്ടി ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂറിൽ പട്ടത്താനപിള്ള സാർ പ്രധാനമന്ത്രി ഗവൺമെൻറ് രൂപീകരിച്ചപ്പോൾ C. കേശവനോടൊപ്പം PM വർഗീസ് സാറും മന്ത്രിസഭയിൽ അംഗമായി. പിന്നീട് P.K. നാരായണപിള്ള അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ആ മന്ത്രിസഭാ കാലത്ത് അദ്ദേഹം നിയമസഭ സ്പീക്കറായി പ്രവർത്തിച്ചു. J. ജോൺ സാറിൻ്റെ മന്ത്രിസഭാ കാലത്ത് ആഭ്യന്തരമന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ചു. പിന്നീട് സജീവമായി രംഗത്ത് അദ്ദേഹം തുടർന്നു. ഏതായാലും കേരളത്തിന് ഒരിക്കലും മറക്കാനാവാത്ത സവിശേഷ സാന്നിധ്യമാണ് PM വർഗീസ് എന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും ജനാധിപത്യ അവകാശങ്ങളും പൗരാവകാശങ്ങളുമൊക്കെ നേടിയെടുക്കുന്നതിനു വേണ്ടി PM വർഗീസ് സാറിനെ പോലുള്ള ആ പോരാട്ടങ്ങളെ നമുക്ക് കടപ്പാടോടുകൂടി നിർഭരമായി അനുസ്മരിക്കാം. ആ മഹാന്മാർ നൽകിയ സംഭാവനകൾ രാജ്യത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി നടത്തിയ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ തലമുറയിൽ നിന്നും തലമുറകളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിന് മുൻ തലമുറ നൽകിയ മഹത്തായ സംഭാവനകൾ അവരിലേക്ക് പകർന്നു നൽകുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. നിസ്വാർത്ഥമായ ത്യാഗനിർഭരമായ പ്രവർത്തനത്തിലൂടെ തൻ്റെ സർവസ്വവും ത്യജിച്ചുകൊണ്ട് നാടിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, മഹത്തായ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി അങ്ങേയറ്റം ആത്മാർത്ഥമായി പ്രവർത്തിച്ച ആ മഹാനുഭാവത്തെ PM വർഗീസ് സാറിൻ്റെ ഒരിക്കലും മരിക്കാത്ത മരണങ്ങൾക്ക് മുന്നിൽ നിങ്ങളോടൊപ്പം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തെ മുദ്രകൾ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പകർന്നു നൽകാൻ നമുക്കെല്ലാം ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കുന്നതിന് ഭാഗമായി ശ്രീ ബാബുകുമാറിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്താറുണ്ട്. ഉള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി, പട്ടം കോൺഗ്രസ് കമ്മിറ്റി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അവരെല്ലാം പങ്കെടുത്തുകൊണ്ട് കൃത്യമായി കേശവദാസപുരത്ത് PM വർഗീസ് സാറിൻ്റെ പ്രതിമയിൽ പുഷ്പാർച്ചന ചടങ്ങ് എല്ലാ വർഷവും നടത്തുന്നു. ഏതായാലും ഈ വർഷവും ഈ ചടങ്ങ് വളരെ ഭംഗിയായി നടത്താൻ മുന്നോട്ട് വന്ന എല്ലാ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി ഹാർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട വർഗീസ് സാറിൻ്റെ ദേശാഭിമാനിയായ വർഗീസ് സാറിൻ്റെ നാടിനു വേണ്ടി സർവസ്വം ത്യജിക്കാൻ തയ്യാറായ വർഗീസ് സാറിൻ്റെ ആ ഭാവന ഒരിക്കൽ കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. ശ്രീ ജോൺസൺ ജോസഫ്. ബഹുമാനപ്പെട്ട പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇത്തരത്തിലൊരു പഠനയോഗം സംഘടിപ്പിക്കുന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മുടെ ബഹുമാന്യനായ സുധീരൻ സാർ അവരുടെ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ കാലങ്ങളിൽ മഹാരഥന്മാർ, PM വർഗീസ് സാറിനെ പോലെയുള്ള മഹാരഥന്മാർ ഈ രാജ്യത്ത് നടത്തിയ നിസ്വാർത്ഥമായ സേവനങ്ങളെ പുതുതലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും അവരോടുള്ള ആദരവ് കാട്ടുന്നതിനുമാണ് നമ്മൾ ഇത്തരത്തിലുള്ള യോഗങ്ങളും അനുശോചനങ്ങളും ഓർമ്മകളുമൊക്കെ സംഘടിപ്പിക്കുന്നത്. അത്തരത്തിൽ ഇതിന് തയ്യാറായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെയും ഇതിൻ്റെ ഭാരവാഹികളെയും അഭിനന്ദിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നന്ദസ്മസ്കനായി നിന്നുകൊണ്ട് ഇന്നു നമസ്കാരം. ജലീൽ മുഹമ്മദ്. ഏറ്റവും ആദരണീയനായ VM സുധീരൻ സാർ അടക്കമുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സ്വാതന്ത്ര്യ സമര നായകനും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവും വിദ്യാഭ്യാസ, പൊതുമരാമത്ത്, ആഭ്യന്തര വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന പ്രഗത്ഭനായ ഭരണാധികാരിയുമായിരുന്ന ശ്രീ PM വർഗീസിൻ്റെ സ്മരണ പുതുക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നിർത്തുന്നു. ായ മൺമറഞ്ഞു പോയ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക്, ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി
സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് തൻ്റെ സർവസ്വവും ത്യജിച്ച ശ്രീ ടി.എം. വർഗീസ് സാർ അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ആദരണീയനായ KPCC പ്രസിഡന്റ് ശ്രീ രൺസാർ അവർ, മറ്റ് ജില്ലാ കോൺഗ്രസ് നേതാവ്, മറ്റ് ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, ടി.എം. വർഗീസിൻ്റെ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ വർഷവും ഈ കേശവപുരം ജംഗ്ഷനിൽ ടി.എം. വർഗീസിൻ്റെ അനുശോചന സമ്മേളനങ്ങൾ നടത്താറുണ്ട്. ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പങ്കുകൊണ്ട രാജഭരണത്തിനുമെതിരായി ശക്തമായ പോരാടിയ ടി.എം. വർഗീസിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഇവിടെ നടന്ന ചടങ്ങ് വളരെ വിപുലമായി ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെപ്പറ്റി ഉദ്ഘാടകനും മറ്റ് പ്രാസംഗികരും സംസാരിക്കുകയുണ്ടായി. എന്തു തന്നെയായാലും എല്ലാ വർഷവും വളരെ ഭംഗിയായി നടത്തുന്ന ശ്രീ വർഗീസ് സ്മരണ പുതുക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയിൽ പാർട്ടി പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ഗംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ തബ ശുഭ നാമേ ജാഹേ തബ ശുഭ നാശിഷ മാഹേ ജാഹേ തബ ജയ ഗാഥാ जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे आजाद हिंद जिंदाबाद कौमी न्याय वंदे मातरम.